for all the other people, He is the creator for them. Amen. Praise the Lord. ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഞാൻ ചില ആഴ്ചകളായിട്ട് ഒരു സബ്ജക്റ്റാണ് പറഞ്ഞു വരുന്നത്. ഇന്നത് കണ്ടിന്യൂ ചെയ്യാനേ പറ്റുള്ളൂ, കാരണം ഞാൻ അതാണ് പ്രിപ്പയർ ചെയ്ത് വന്നത്. We were thinking about a subject for several weeks and I am planning to continue with that subject today. ഇന്ന് ഗസ്റ്റുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഒരു ചെറിയ സൂചന ഇന്നലെ മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറ്റൊരു സർമൺ തയ്യാറാക്കാനായിട്ടൊന്ന് അല്പസമയം ഇരുന്നു, പക്ഷേ എനിക്ക് സാധിച്ചില്ല. Even though I know that there will be certain guests today around us and I tried to preach from another portion but it didn't happen. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, ചില ആഴ്ചകളായിട്ട് പറഞ്ഞത് ബിലീവേഴ്സ് ആൻഡ് സിൻ എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. For the last few weeks we were thinking and meditating about believers and sin. ഒരു കാര്യത്തിൽ ഒത്തിരി സന്തോഷം, പല സഹോദരങ്ങളും അതിനെപ്പറ്റി എന്നോട് എക്സ്പ്ലനേഷൻ ചോദിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നല്ലോ. താങ്ക് യു, കർത്താവ് സഹായിക്കട്ടെ. I am very glad many brothers asked me several questions, so I am glad that you are listening carefully and thinking through it. എന്നെ സെമിനാരി പഠിപ്പിച്ചൊരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അറിയാവുന്നവർക്ക് ഒരു സംശയമില്ല, ഒന്നും അറിയാൻ മേലാത്തവർക്ക് ഒരു സംശയവും ഇല്ല, എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവർക്കാണ് സംശയം ഉള്ളത്. One time one of my teachers from the seminary told me that if a person knew everything they didn't have any doubt, and if a person didn't know anything they couldn't have any kind of doubts. So if you understand something you might have several doubts. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇതായിരുന്നു, പാപത്തിൻ്റെ ഒരു നാച്ചുറൽ എഫക്റ്റാണ് കോൺസിക്വൻസസ്. ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. We were meditating about the effect or the consequences of sin. ഞാൻ 3 എക്സാമ്പിൾ അബ്രഹാമിൻ്റെ കാര്യത്തിൽ നിന്ന് പറഞ്ഞു, രണ്ടാമത്തെ എക്സാമ്പിൾ ജേക്കബിൻ്റെ കാര്യത്തിൽ നിന്ന് പറഞ്ഞു, മൂന്നാമത്തെ എക്സാമ്പിൾ ഡേവിഡിൻ്റെ കാര്യത്തിൽ നിന്ന് പറഞ്ഞു. We mentioned 3 examples from the Old Testament. One was Abraham, the second one was David, and the second one was Jacob, and the third one was David. ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെ ഇതുവരെയും കേൾക്കാത്തവർക്ക് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടില്ലായിരിക്കും, എങ്കിലും ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം. ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. വളരെ ഗൗരവമായ ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപം അത് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ ഇന്ന് പോവുകയാണ്. Today I am inviting all of your undivided attention because I am going to share with you all a very serious sin which was committed by David and its consequence. Terrible failure in the life of David. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. Terrible failure. Amen. Terrible failure of David's life. ഞാൻ സംസാരിക്കാൻ പോകുന്ന വേദഭാഗം 2 സാമുവേൽ ചാപ്റ്റർ 12 ആണ്. നമുക്ക് എല്ലാവർക്കും ആ ടെറിബിൾ സിൻ എന്നാണെന്നുള്ള കാര്യം അറിയാം. We are all very familiar with that passage. I am going to share and talk about from the book of 2 Samuel chapter 12. We are all very familiar with David's sin. ചില വാക്യങ്ങളിലേക്ക് പോയിട്ട് 3 കാര്യങ്ങൾ ഞാൻ ആ വാക്യത്തിൽ നിന്ന് പെട്ടെന്ന് പറയാനായിട്ട് പോവുകയാണ്. I'm going to talk about 3 things from those verses. കഴിയുവാണെങ്കിൽ പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ വിത്ത് മീ. എന്നോടൊപ്പം നിങ്ങൾ വാക്യങ്ങൾ എടുക്കണം. നമ്മൾ ചാപ്റ്റർ 12ലേക്ക് പോകുന്നതിന് മുമ്പ് ചാപ്റ്റർ 11 വേഴ്സസ് 26 and 27 എല്ലാവരും വാക്യത്തിലേക്ക് നോക്കിയേ. ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. 2 ശമൂവേൽ 11 അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഊരിയാവിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവായ ഊരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഭർത്താവിനെ കുറിച്ച് വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി. അവൾ അവൻ്റെ ഭാര്യയായി അവനൊരു മകനെ പ്രസവിച്ചു. എന്നാൽ അവസാന സെന്റൻസ് നോട്ട് ചെയ്യണം. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായി. ഇറ്റ് വാസ് ഡിസ്പ്ലീസിങ് ടു ഗോഡ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ചാപ്റ്റർ 12 വേർഡ്സ് 10ൻ്റെ ലാസ്റ്റ് വേർഡ് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഫസ്റ്റ് വേർഡ്, Now therefore the sword shall never depart from your house. അതുകൊണ്ട് നിന്റെ ഗൃഹത്തിൽ നിന്ന് വാൾ മാറുകയില്ല. വേഴ്സ് നമ്പർ 13 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ യഹോവയോട് പാപം ചെയ്തു. 14 ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ നിന്നോട് പാപം ക്ഷമിച്ചുവെങ്കിലും നീ ഈ ചെയ്ത പ്രവൃത്തിയാൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. Amen.
Do I have to read? ജസ്റ്റ് സമ്മറൈസ് Yeah, we can just concentrate on several verses 26 and 27. We can see that David had done what was evil in the sight of the Lord. Then another verse is Nathan was telling him, indeed you did it secretly, but I will do this thing before all Israel. And then David was repenting, I have sinned against the Lord. And Nathan said to David, the Lord also has taken away. However, because by this deed you have given occasion to the enemies of the Lord to blaspheme, the child also that is born to you shall surely die. നമ്മുടെ വാക്യം മറന്നു പോകരുത്. സോയിങ് ആൻഡ് റീപ്പിംഗ്, വിതയ്ക്കുന്ന തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കൊയ്യുകയാണ്. അത് ജാതികളോട് പറഞ്ഞ കാര്യമല്ല. ഇറ്റ് ഈസ് ടോക്കിംഗ് ടു ദ ലോക്കൽ ചർച്ച്. Amen. We never forget the context is whatever we sow, we are going to reap. This message is not to Gentiles, but this message is for the born again Christians. ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ കൺഫസ് ചെയ്തത് കൊണ്ട് അതിൻ്റെ ശിക്ഷ മാറുന്നെങ്കിലും നമ്മൾ ഹോൾ ബൈബിൾ നോക്കുമ്പോൾ കോൺസിക്വൻസസ് അതിൻ്റെ ആ സിവിയറിറ്റിക്ക് അനുസരിച്ച് തൻ്റെ ജനത്തിന് ദൈവം നൽകുന്നുണ്ട്. അത് നൽകുമ്പോൾ നമ്മളെ കൈവിടുന്നില്ല. ഒരമ്മ തൻ്റെ കൊച്ചിനെ പരിപാലിക്കുന്ന പോലെ ഗ്രേസ് നൽകുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. Bible is giving us a familiar father who is not giving up on a child when he commits a sin, but he is chastising a son accordingly. So whatever we sow, we are going to reap. ദാവീദിന്റെ രണ്ട് ഗ്രേറ്റ് സിന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന് അഡൾട്ടറി ആണ്, രണ്ട് മർഡർ ആണ്. Here we can see two greatest sins committed by David. One is adultery and the second one is murder. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏത് റിലീജിയസ് ബുക്ക് വായിച്ചാലും, ഇപ്പം ഇസ്ലാമിൻ്റെ ബുക്ക് വായിച്ചാൽ മുഹമ്മദ് ഏറ്റവും ഗ്ലോറിഫൈഡ് പേഴ്സൺ ആയിട്ടാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. If you read Islam, Muslims book, Muhammad was mentioned as one glorified person. അദ്ദേഹത്തിന്റെ എല്ലാ പാപത്തെയും ജസ്റ്റിഫൈ ചെയ്തേക്കാണ്. ഇറ്റ് അല്ലാഹ് വിൽസ് എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചേക്കുന്നത്. All his sins were justified in that book. എന്നാൽ ബൈബിളിന്റെ പ്രത്യേകത എന്നറിയാമോ? വെരി ട്രൂത്ത്ഫുൾ റെക്കോർഡാണ്. അബ്രഹാം നുണ പറഞ്ഞെന്ന് എഴുതും, ദാവീദ് തെറ്റ് ചെയ്തെന്ന് എഴുതും, പോള ഇന്ന കാര്യം മർക്കോസുമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതും. പീറ്റർ ഫസ്റ്റ് അപ്പോസ്റ്റൽ ആണെങ്കിലും നീ തെറ്റാണെങ്കിൽ നീ തെറ്റാണെന്ന് പറയും. But Bible is a book which recorded all the incidents in a very truthful way. When a person, even if he was a man of God, if he committed a sin, it recorded correctly and accurately. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് ഇത് സിമ്പിളായിട്ട് വിടരുത്. ഇറ്റ് ഈസ് വെരി സീരിയസ്. ഇത് വെരി പേഴ്സണൽ ആണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയും, സ്പിരിച്വാലിറ്റി ഇൻഡിവിജ്വൽ ആണ്. Amen. Do not ever consider this message as a simple or an ignoring message, but think it seriously because spirituality is individual. ഒറ്റയ്ക്ക് നാരോ വേ നാരോ ഗേറ്റ്. Amen. എനിക്ക് എൻ്റെ ഭാര്യനെ രണ്ട് പിള്ളേരെയും കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലോട്ട് പോകാൻ പറ്റുകയില്ല. ഐ ക്യാൻ ഗോ അലോൺ. എനിക്ക് അവരെ പ്രാർത്ഥിച്ച് സഹായിക്കാം, എനിക്ക് അവരെ കൊടുത്ത് സഹായിക്കാം, പക്ഷേ എനിക്ക് അവരെ നിത്യജീവനിലേക്ക് പിടിച്ചുകൊണ്ട് പോകാൻ എന്ത് ചെയ്യത്തില്ല. സ്പിരിച്വാലിറ്റി ഒറ്റയ്ക്കാണ്, കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒറ്റയ്ക്കാണ്, അക്കൗണ്ട് കൊടുക്കുന്ന ഒറ്റയ്ക്കാണ്. എല്ലാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കോർപ്പറേറ്റ് വർഷിപ്പ് ഇവിടെ ഉള്ളൂ, പക്ഷേ ആത്മീയത വെരി പേഴ്സണലാണ്. Amen. Spirituality is very personal. We can help our family members by interceding with prayer, but this way is narrow and the gate is narrow. We cannot help anyone to enter into the kingdom of heaven by being a family member. കോൺടെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ. ബത്ശേബയെ ഭാര്യയാക്കാൻ ഊരിയാവിനെ ദാവീദ് ചതിച്ച് കൊന്നു. David is actually cheating Uriah and killing him in order to take Bathsheba as his wife. നമ്മൾ ആദ്യം വായിച്ച വാക്യം, നമ്മളിത് അത് ഒരൊറ്റ വാക്കിലേ ഉള്ളൂ. ഊരിയാവും ബത്ശേബയും യങ് കപ്പിൾസ് ആണെന്ന് ഓർക്കണം. യങ് കപ്പിൾസ് ആണ്. അവരുടെ വേറെ ഒരു ഫാമിലി ഡീറ്റെയിൽസ് അവരുടെ മക്കളെ പറ്റി ഒന്നും നമ്മൾ വായിക്കുന്നില്ല. യങ് കപ്പിൾസ് ആണ്. We can see here this Uriah and Bathsheba were young couples. We cannot see any other children they have. They must have started their life. അവിടുത്തെ ചാപ്റ്റർ 11:26 നിങ്ങൾ കണ്ടോ? ഭർത്താവിനെ കുറിച്ച് വിലപിച്ചെന്ന് പറഞ്ഞാൽ ബത്ശേബ ഒന്നും അറിയുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ മരണം തന്നെ തളർത്തി. We can see here Uriah's wife was mourning due to the death of her husband. നിശ്ചയമായിട്ടും
ബത്ശേബ കരഞ്ഞിട്ടുണ്ട്, ഓ മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് അവർക്ക് ചില ദിവസങ്ങൾ തന്നെ വിലാപങ്ങളുണ്ട്. കരഞ്ഞ് നിലവിളിച്ച് തകർന്നു പോയ ഒരു സഹോദരി. We can see here a wife who was crying over his deceased husband, and we can see that there was a time of mourning for her. ബത്ശേബ കരഞ്ഞപ്പം ദാവീദ് ചിരിക്കുകയായിരുന്നു. Hallelujah. When Bathsheba, when she was crying and weeping or lamenting over the loss of her dear husband, David was secretly laughing. the other side, David ഒരു പക്ഷേ ബ്ലാക്ക് മാസ്ക് ഒക്കെ കെട്ടി കാണുമായിരിക്കും, നമ്മുടെ ഇന്നത്തെ ലാംഗ്വേജിൽ പറഞ്ഞു, അല്ലെങ്കിൽ ബാൻഡ് കെട്ടി കാണും. പക്ഷെ സീക്രട്ട്ലി ആരും അറിയാതെ ഞാൻ ചെയ്ത കാര്യം വിജയിച്ചെന്നും പറഞ്ഞ് ആ രാജ്യത്തിന്റെ രാജാവ് ചിരിക്കുകയായിരുന്നു. Maybe he was wearing a couple of masks in order to hide his feeling, but inwardly he was happy even though he was a king of that kingdom. ദാവീദ് പറഞ്ഞാണ്, ഫൈനലി ഐ വോൺ, ഞാൻ ജയിച്ചു. Maybe ഇനി എനിക്ക് ബത്ശേബ എടുക്കാം, ആരും എന്നോടൊന്നും ചോദിക്കത്തില്ല, ഈ പ്ലാൻ ആർക്കും അറിയത്തില്ല. Maybe David was telling himself, no one knew the secret plan and I can own Bathsheba as my own wife and nobody will come to know about it. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ആ ചാപ്റ്റർ 11 ലാസ്റ്റ് സെന്റൻസ് നിങ്ങൾ വായിച്ചായിരുന്നോ? എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ കേട്ടോണം, എവരി സിൻ ഈസ് ഡിസ്പ്ലീസിങ് ഗോഡ്. എല്ലാവരും കേട്ടോ, എനിക്ക് ഇനി 20 മിനിറ്റ്സോടെ എൻ്റെ മുന്നിലുള്ളൂ, ഞാൻ അത്ര സമയം അല്ല പ്രസംഗിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവരി സിൻ ഈസ് ഡിസ്പ്ലീസിങ് ഗോഡ്. ആമേൻ. എല്ലാ പാപവും യഹോവ വെറുക്കുന്നു. എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് ഏത് പാപവും ദൈവത്തിന് അനിഷ്ടമാണ്. എവരി സിംഗിൾ ഈസ് ഡിസ്പ്ലീസിങ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു സെന്റൻസ് ആവർത്തിക്കുമെന്ന് പറഞ്ഞായിരുന്നു. സ്പർജൻ പറഞ്ഞൊരു വാചകമാണ്, ഗോഡ് ഡസ് നോട്ട് അലൗ ഹിസ് ചിൽഡ്രൻ ടു സിൻ സക്സസ്ഫുള്ളി. ദൈവം തൻ്റെ മക്കളെ വിജയകരമായി ഡിപ്ലോമാറ്റിക്കായി ചീറ്റ് ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുകയില്ല. Last week I mentioned a man of God named Spurgeon. He mentioned that God will never allow a child of God to commit sin successfully. നിങ്ങൾ വേഴ്സ് 27 ഒരു പദമുണ്ട്, ബട്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ന്യൂ ടെസ്റ്റ്മെന്റിലെ പല ബഡും നമുക്ക് അനുഗ്രഹമാണ്. ഐ താങ്ക് ഗോഡ് ഫോർ ദ ബഡ് ഇൻ ദ ബൈബിൾ. ഞാൻ ഇടയ്ക്ക് പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ഈ ബഡ് അപകടകരമാണ്, ശ്രദ്ധിച്ചോ. ബട്ട് Amen. We can see in verse 27 there is a pause, a context like but. We can see even though in New Testament all buts are for our relief, but here a danger is happening after that but. പക്ഷേ ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മൾ ചിലരെങ്കിലും എത്ര ഫൂളിഷ് ആണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നത്, ഞാൻ ചെയ്തത് ആരും കണ്ടിട്ടില്ല, ആർക്കും അറിയാൻ മേല, ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ചെയ്തത്, ഒരു മനുഷ്യനും കണ്ടുപിടിക്കത്തില്ല. പക്ഷേ എവരി സിൻ ഈസ് ഡിസ്പ്ലീസിങ് ഗോഡ്. Amen. Many times, even though we are children of God, when we commit certain sins, we think that how diplomatically I did that. No one ever knew about it, but God saw it already. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് ബിബ്ലിക്കൽ ട്രൂത്ത് എന്താണെന്ന് അറിയാം ഇതിനകത്തെ. Do you know what is the greatest biblical truth in this? God is a holy God. He cannot tolerate any kind of sin. Amen. God is a ദൈവം ഹോളി ആയതുകൊണ്ട് ഒരു പാപത്തെയും കർത്താവിന്റെ ആട്രിബ്യൂട്ട്സിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. Since he is a holy God, he cannot tolerate any attributes of sin. ഒരു പദം കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. വേഴ്സ് 13 അടുത്തൊരു പ്രിൻസിപ്പിൾ കിടക്കുന്ന കണ്ടോ, ഞാൻ യഹോവയോട് ഐ ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് ദ ലോർഡ്. Amen. ഒന്ന്, എവരി സിൻ ഈസ് ഡിസ്പ്ലീസിങ് ഗോഡ്. രണ്ട്, ഞാൻ ദൈവത്തോട് എന്ത് ചെയ്തു? പാപം ചെയ്തു. Here we can see first thing is every sin is displeasing to the Lord. But the second thing is here we can see in verse 13, David was telling to Nathan, I have sinned against the Lord. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒത്തിരി കാര്യം പറയണം, എന്നാലും ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വിടാം. ശ്രദ്ധിച്ചേ, ദാവീദ് പാപം ചെയ്യാൻ സ്വർഗത്തിൽ പോയായിരുന്നോ? Did David go to heaven to do or commit a sin? No. ഒരു ജാതിയൻ ഈ വേദഭാഗം വായിച്ച ദാവീദ് ദൈവത്തോട് എന്നെ തെറ്റ് ചെയ്തേ,
ഊരിയാവിനെ കൊന്നു എന്നല്ലാതെ എന്തെങ്കിലും തെറ്റുണ്ടോ? Here we can see in this incident, David just killed one of his servants, നാട്ടിൽ Uriah. ഭയങ്കര റെപ്യൂട്ടേഷനുമാ. ഒരു സോൾജിയറിന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു. ദാവീദ് എന്തൊരു പേരല്ലേ. And also he committed a great thing. He was actually trying to marry a widowed person, soldier's wife. രണ്ടാമത്തെ 4 പാഠമുണ്ട്. രണ്ടാമത്തെ പാഠം, എവറി സിൻ ദാറ്റ് വി കമ്മിറ്റ് ഓൺ ദ ഫേസ് ഓഫ് ദിസ് എർത്ത് ഈസ് കമ്മിറ്റിംഗ് അഗെയിൻസ്റ്റ് ഹോളി ഗോഡ്. Amen. ഒന്ന്, ഡിസ്പ്ലീസിങ് ഗോഡ്. 2, എന്ത് അത് ഞാനും എൻ്റെ ബ്രദറും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം. അങ്ങനെ ഒരു പരിപാടി ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല. അത് രണ്ടാമതാണ്. ഒന്നാമത്തെ കാര്യം ദാവീദ് പറഞ്ഞു കേട്ടോ, ഞാൻ നിന്നോട് പാപം ചെയ്തു. മുടിയമ്പത്തൻ പറഞ്ഞു, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. സങ്കീർത്തനത്തിൽ വായിക്കുന്ന വാക്യം എന്നാ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു, സംഗ്രഹിച്ചു. ദാവീദ് ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു. നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു. ജോസഫ് പറഞ്ഞത്, ഞാൻ ഈ പാപം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? എവറി സിൻ ദാറ്റ് വി കമ്മിറ്റ് ഓൺ ദ ഫേസ് ഓഫ് ദിസ് എർത്ത് ഈസ് കമ്മിറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഹോളി ഗോഡ്. Amen. Whatever sin we are committing on this earth, we are committing against the Lord. We can see several examples from Old Testament and New Testament. Praise the Lord. Hallelujah. Hallelujah. അടുത്ത 4-ാമത്തെ പാഠം. എനിക്ക് മുന്നോട്ട് വേഗത്തിൽ പോകേണ്ടതുകൊണ്ട് വേഴ്സ് 13 തന്നെയാണ്. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കില്ല. അടുത്ത ലെസൺ, every sin can be forgiven. Amen. Next lesson is every sin can be forgiven. Except one sin. ന്യൂ ടെസ്റ്റ്മെന്റിനകത്തുണ്ട്, റിജക്റ്റിംഗ് ക്രൈസ്റ്റ്. Amen. Except one sin. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഒന്നും വായിക്കുന്നില്ലേ? ദാറ്റ് ഈസ് റിജക്റ്റിംഗ് ക്രൈസ്റ്റ്. Amen. ഒരാള് പരിശുദ്ധാത്മ, അവിടെ പ്രത്യേക ഒരു പദമുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഇവിടെയും ക്ഷമിക്കുകയില്ല, വരാനുള്ള ലോകത്തിലും ക്ഷമിക്കുക. എല്ലാവരും ഓർത്തോണം, ഇവിടെയും അവിടെയും ക്ഷമിക്കാത്ത only one sin, someone is rejecting Christ, that will not be forgiven here or there. Amen. അതാണ് ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. പിന്നെ എപ്പോഴും വിശദീകരിച്ചു തരാം. All sins will be forgiven except one sin, which is not accepting Christ. നമുക്ക് എല്ലാവർക്കും അറിയാം, ദാവീദ് കൺഫസ് ചെയ്തു, And we can. ഞാൻ യഹോവയോട് പാപം ചെയ്തു. ആ നാഥന്റെ മുമ്പാകെ തൻ്റെ പാപങ്ങളെല്ലാം ദൈവമേ പറയുകയാണ്. കൺഫസ് ചെയ്തപ്പം എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. Amen. We can see here David was confessing all of his sins and God has been forgiving him from all his sins. മീഖായിൽ ഒരു വാക്യമുണ്ട്, ചാപ്റ്റർ 6 വേഴ്സ് 7 വേഴ്സ് 18. ഇത് അകൃത്യം ക്ഷമിക്കുന്ന ദൈവം, ദ ഗോഡ് ഹു ഫോർഗിവ് ഇനിക്വിറ്റി. ആ വാക്യം എനിക്ക് മൊത്തം വായിക്കാനൊരു സമയമില്ല, എല്ലാവരും ഓർക്കേണ്ട വാക്യമാണ്. മീഖ 7:18, അകൃത്യം ക്ഷമിക്കുന്ന ദൈവം. Amen. We can see in the Old Testament, the book of Micah, chapter 7, verse 8, we can see that who is a God like you who pardons all iniquity. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, 2 പാപത്തിലാണ് ദാവീദ് ഗിൽറ്റി ആയിരിക്കുന്നത്. 2 പാപം. We are all familiar that David is committing 2 sins. One is murdering, adultery and murder. 2 sins here David is committing. One is adultery and the other one is murder. 2 സിന്നിനും ഓൾഡ് ടെസ്റ്റമെന്റിലെ പണിഷ്മെന്റ് എന്താണെന്നറിയാമോ? അഡൾട്ടറി ചെയ്താൽ കൊല്ലണം, death penalty. In Old Testament we can see കൊന്നാലും കൊല്ലണം. അങ്ങനെങ്കിൽ ഡബിൾ ഡെത്ത് പണിഷ്മെന്റുമായിട്ടാണ് ആരിയ്ക്കുന്നത്? ഡേവിഡ് ഇരിക്കുന്നത്. In the Old Testament, for those 2 sins, death is the penalty for those sins, and for David is actually eligible for double death now. David deserve 2 death penalties. Amen. Hallelujah. David is currently in a state of deserving 2 times of death penalty. തന്റെ കൺഫഷൻ ആണ് സാം നമ്പർ 51ന്റെ കരച്ചിൽ. We all we know that his confession and his outcry, he was recorded in the book of Psalm, chapter 51. എന്റെ സന്തോഷം എടുക്കരുതേ, നിന്റെ ആത്മാവിനെ എടുക്കരുതേ, മനസ്സ് പുതുക്കമുള്ള ആത്മാവിനെ തരണമേ, റീസ്റ്റോർ ചെയ്യണമേ എന്ന് പറഞ്ഞ് താൻ കരയുന്ന കരച്ചിലാണ് Psalm 51. We can see that his confession and his pleading for his spirit's restoration, we can see throughout the verses of chapter 51 of Psalm, the book of Psalm. 4ാമത്തെ ലെസൺ ഏറ്റവും പ്രയാസമുള്ള ലെസണാണ്, പൊതുവെ നമ്മൾ കേൾക്കാത്ത ലെസണാണ്. The 4th lesson we haven't heard, that is the important lesson from this incident. 4ാമത്തെ ലെസൺ, those sins are forgiven according to the nature of sin committed, consequences would follow.
The fourth point is, though his sins are forgiven, the consequences of committing a sin will follow. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു 7-8 കാര്യം പെട്ടെന്ന് വാക്യം മാത്രമേ കാണിച്ചു തരത്തുള്ളൂ. അതിൻ്റെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കണം. സ്പീഡ് കൂടിപ്പോയതുകൊണ്ട് മനസ്സിലായില്ലെന്ന് പറയരുത്. ഞാൻ വാക്യം മാത്രം പറഞ്ഞു തരാം. തിരുവെഴുത്ത് വായിച്ചാൽ മാത്രം മതി. അതിനകത്ത് അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. So I'm going to give you evidences from the book of Bible through giving some references from different chapters. Please record it and do not consider that since it is a very fast message, do not ever think that you didn't hear this. 13ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കണ്ടായിരുന്നോ? നാഥാൻ ദാവീദിനോട് പറയുകയാണ്, നിന്റെ പാപം മോചിച്ചു എന്നാ വായിക്കുന്നത്. നിന്റെ പാപം മോചിച്ചു. And here we can see in verse 13, the Lord has taken away your sin. എന്നിട്ട് അടുത്ത് നീ മരിക്കുകയില്ല. You shall not die. എന്നിട്ട് നിങ്ങൾ അതിന്റെ താഴോട്ട് വായിച്ചാൽ മതി എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ നടന്നെന്നുള്ള കാര്യം. But when you read through the rest of the verses, we can see whatever was happening in the life of David. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഡെത്ത് പെനാൽറ്റീസ് രണ്ടും കർത്താവ് ക്ഷമിച്ചു. Those two death penalties God forgave against David. ആ കൺഫെഷൻ കൊണ്ട് കോൺസിക്വൻസസ് എലിമിനേറ്റ് ചെയ്തില്ല. But even though he confessed, the consequences were not being eliminated. 4 കാര്യമാണ് നാഥാൻ അവിടെ പറയുന്നത്. 4 കാര്യം നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മതി. അതിൻ്റെ 14, 18, 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 4-fold കോൺസിക്വൻസസ് ആണ് പറയുന്നത്. 4-fold കോൺസിക്വൻസസ്. We can see here 4-fold consequences of his sin. Sword shall never depart from your family. The first thing വാൾ നിന്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യല മാറുകയില്ല. 2, enmity in your own house. നിന്റെ വീടിനകത്ത് എന്തുണ്ടായിരിക്കും? ശത്രുത ഉണ്ടായിരിക്കും. 3, others will mistreat your wife. 4ാമത്തേത് your child will die. 4-fold consequences. 4-fold consequences we can see here. One is sword will never depart from his house, and the second one is there will be an enmity inside his family, and the third one is his wife will be always mistreated by others, and the fourth one is your child died. And your child will die. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഇനി നമ്മുടെ ആ പ്രധാന കോർ കാര്യത്തിലേക്ക് വന്ന ഈ ഭാഗം ഞാൻ പെട്ടെന്ന് നിർത്താം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ എന്ത് ചെയ്യുകയാണ്? എനിക്ക് ഇച്ചിരൂടെ ആക്റ്റീവായിട്ടിരിക്കണം. Whatever a man sow, he is going to reap that. Very serious sermon. And it is a very serious. എന്തിനാ പരിശുദ്ധാത്മാവ് ഇത് പറയുന്നതെന്ന് അറിയാമോ? Do you know why Holy Spirit is reminding us? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്. Dear children, do not ever commit sin. ജീവിതത്തിൽ പാപം വന്നാൽ വെച്ചുകൊണ്ടിരിക്കരുത്. If you commit sin, confess it ഒരു right away. സഹോദരനെയും കരയിപ്പിക്കരുത്. Do not ever make any brother to cry. വേദനിപ്പിക്കരുത്. Do not ever make your co-believer cry. രാജാവിന് 4-4-fold ആണെങ്കിൽ നമുക്ക് ഒരു കുറവും കാണുകയില്ല. If a king is going to get punishment in a 4-fold way, just imagine like an ordinary person like you and I will suffer how much more. ഒരു 4-fold അല്ല, ഇവിടെ ഡബിൾ 4-fold ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഡബിൾ 4-fold. There is no one double 4-fold, double 4-fold penalty. 8 കാര്യം. Yet 8 things we can see. 4 കാര്യം ഞാൻ പറഞ്ഞല്ലോ. 4 കാര്യം. 4 things, 4 consequences I already mentioned. നിന്റെ മക്കള് മരിക്കുമെന്നാ പറഞ്ഞേ. നിങ്ങൾക്കറിയാമോ, ദാവീദ് ജീവിച്ചിരുന്നപ്പം 4 മക്കള് മരിക്കുകയാണ്. Your children will die. When David was alive, his 4 children were being dead. 3 എൻ്റെ വായനയിൽ 3. 3 children dead. ഒന്നാമത് നമുക്കറിയാം, ഉണ്ടായ കുഞ്ഞ് മരിക്കുന്നു. First we know the first newborn. അതിനെ കാണാൻ പോലും അവസരം കിട്ടിയില്ല. The newborn from Bathsheba dead right away. 2, അമ്നോൻ മരിക്കുന്നു. The second son Amnon was being dead. 3, അബ്ശാലോം മരിക്കുന്നു. The third one was Absalom was being. 4, അദോനിയാവ് മരിക്കുന്നു. The fourth one was Adoniah. He was also being dead. ബാക്കി എല്ലാം വായിച്ചു നോക്കണം. ചാപ്റ്റർ 13, ചാപ്റ്റർ 18, 2 Kings ചാപ്റ്റർ 2, ഇവിടെ എല്ലാം ഈ പറഞ്ഞ കാര്യം കിടപ്പുണ്ട്. But chapters 13, 2 Samuel 13, 18 and 2 Kings chapter 2, we can see all these examples. പ്രിയപ്പെട്ടവരെ, ബേത്ശേബ കരഞ്ഞപ്പം ദാവീദ് ചിരിക്കുമായിരുന്നു. ഞാൻ ആ പറഞ്ഞ സെന്റൻസ് ഓർക്കുന്നുണ്ടോ? Just bear in your mind when one person on one side was weeping bitterly, Uriah's wife Bathsheba, but on the other side, the other person who mistreated her, he was smiling inwardly. വിതയ്ക്കുന്നത് തന്നെ കൊയ്യാണ്. Whatever we are sowing, we are going to reap ഞാൻ it. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 3 പ്രിൻസിപ്പിൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. What you sow
exactly that you will reap. Last week I mentioned that എന്തു വിതയ്ക്കുന്നോ അത് തന്നെ കൊയ്യും. You will reap more than what you sow. എന്തു വിതച്ചോ അത് പലിശയും കൂട്ടിക്കൊയ്യും. You reap much later that you sow. എന്തു വിതച്ചോ കുറച്ച് കഴിഞ്ഞിട്ട് അത് തിരിച്ചു അത് കൊയ്യും. നാളെ കൊയ്യണമെന്നില്ല, അത് കൊയ്യും. When you think that I didn't have any kind of repercussion, എങ്ങനെ കൊയ്യുന്നേ? According to the degree of sin that you and I committed. amen, according to the degree of the punishment you will reap the punishment of sin. It might not be tomorrow, but it will happen in your lifetime. അന്ന് ബേശേബ കരഞ്ഞപ്പം ദാവീദ് ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ദാവീദ് കരയാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞൊരു വാചകം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. If you make someone else cry, God will make you cry. Please be aware that if you make someone else to cry, then you will cry one day. ഒരിക്കലും ദാവീദ് ചിന്തിക്കുന്നില്ല. Never ever David was thinking in his mind. ആരോടെങ്കിലും അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ Hallelujah. അറിയാതെ ചെയ്തതാണ്. കർത്താവേ കൃപ തരണം, കൃപ തരണമെന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ താങ്ങും. പക്ഷെ ഈ സർമ്മം കേട്ടതിന് ശേഷം ഒരിക്കലും ചെയ്യരുത്. അറിഞ്ഞുകൊണ്ട് ചെയ്തവൻ അധികം അടികൊള്ളുന്നതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായി മൊഴിഞ്ഞത്. After hearing this sermon, you should not ever commit a sin knowingly. But if you ever committed a sin knowingly or unknowingly, ask for forgiveness and confess it to our Lord and Master. Praise the Lord. ദാവീദ് അന്ന് ചിരിച്ചു. ദാവീദ് ഒരിക്കലുമായി ആ ബേർഷേബയുടെ വേദന മനസ്സിലാക്കിയില്ല. Now he is experiencing his own lost sons. Once upon a time, David was smiling inwardly. Once a widow was crying, but here David started to cry. നമ്മൾ ഓർക്കുന്നത് എന്താ കർത്താവ്, why forgiveness, എന്താ why consequences? നമ്മുടെ ചോദ്യം. We may think that why there is a consequence for a sin. കാരണം ഇതൊരു തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ശ്രദ്ധിച്ചു കേട്ടോ, മറക്കരുത്. Hallelujah. ദൈവത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ആട്രിബ്യൂട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഗോഡ് ഓൾവേസ് യൂസ് ഓൾ ഹിസ് ആട്രിബ്യൂട്ട്സ് ഈക്വലി. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ കാര്യം. ഞാനത് പിന്നെ എപ്പോഴേലും ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ സംസാരിക്കാം. കർത്താവിന് ഒരിക്കലും ഒരു ആട്രിബ്യൂട്ട് മാത്രം ഒന്ന് ക്ഷമിച്ചേക്കാം, അങ്ങനെ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് ഈക്വലായിട്ടാണ് ആ ക്ഷമിക്കുമ്പം തന്നെ താൻ റൈച്ചസ് ആണെന്നുള്ളതോടെ കാണിക്കണം. അതാണ് ക്രൂശിൽ കാണുന്നത്. മനസ്സിലാവുന്നോ? God cannot exercise his attributes individually. God is actually dispensing his attributes in a uniform way that we can see on the cross of Calvary. In God all his character manifested equally together. He shows forgiveness, at the same time he shows righteousness. Amen. Hallelujah. 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 ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. Hallelujah. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത്. I believe that you all are understanding and following me, and never ever knowingly commit a sin in your lifetime. എല്ലാവരും ദാവീദിന്റെ കരച്ചിലിന്റെ 2 വാക്യങ്ങളും വായിച്ച് നമുക്ക് നിർത്താം. Let us read 2 more verses of David's cry and let us finish today's sermon. ചാപ്റ്റർ 18 എടുത്ത് 18 അതിൻ്റെ അവസാന വാക്യം വേഴ്സ് നമ്പർ 33. അന്ന് ബേത്ശേബയെ കരയിപ്പിച്ചവനെ ദൈവം കരയിപ്പിക്കുകയാണ്. 2 Samuel chapter 18 verse 33. ഉടനെ രാജാവ് നടുങ്ങി. എല്ലാവരും ഓർത്തോണം. ഉടനെ രാജാവ് നടുങ്ങി, പടിപ്പുര മാളികയിൽ കയറി, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടന്നു. വാക്യം കണ്ടോ? 2 Samuel chapter 18 verses 33. The consequences of sin is following David. The king was deeply moved and went up to the chamber over the gate and wept. And thus he said as he walked, "Oh, my son Absalom, my son Absalom, would I have died instead of you? Oh, Absalom, my son." Praise the Lord. Hallelujah. Hallelujah. ഒരിക്കലും ദാവീദ് ഓർത്തിരുന്നില്ല ഇങ്ങനെ കരയുന്നുള്ള കാര്യം. പക്ഷേ കരഞ്ഞ് നിങ്ങൾക്കറിയാമോ, ആ പറഞ്ഞ പ്രൊഫസി എല്ലാം വാള് മാറിയില്ല. എനിമിറ്റി ബിറ്റ്വീൻ യുവർ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ അബ്ശാലോമിനെ ആരാ കൊന്നേ? യോവാബും കൂടെയുള്ളവരും തല്ലിക്കൊല്ലുമായിരുന്നു അല്ലേ. അമ്നോനെ ആരാ കൊന്നേ? സ്വന്തം മോനാ കൊന്നേ. അദോനിയോവിനെ ആരാ കൊന്നേ? സോളമനാ കൊന്നേ. സോളമൻ പറഞ്ഞിട്ടാ കൊന്നത്. ആ പ്രവചനം പോയത് കണ്ടോ?
The prophet വാള് മാറിയില്ല. ഇന്നും ദാവീദ് ഗ്രഹത്തിൽ വാള് മാറിയിട്ടില്ല. The prophecy was not departing. The sword will never depart your family. And also all his children are being dead by inside family members. They have an enmity inside family. You can choose your sin, but you cannot choose your consequences. Amen. Last week we mentioned this phrase. You can choose to sin, but you cannot choose the consequences of sin. എന്നാൽ ഒരു ഗ്രേറ്റ് വേർഡ് ഓഫ് എൻകറേജ്മെന്റ് എന്നാണെന്നറിയാമോ? Amen. നമ്മളെ കർത്താവ് കൈവിടുന്നില്ല. Hallelujah. കോൺസിക്വൻസസ് എല്ലാം നമ്മളെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. Amen. Our Father in heaven, even though we are such a strong sinner, He is still not discarding us or giving up on us, but He is, by His grace, He is forgiving all of our sins. For we know that in all things God works for the good of those who love Him, who have been called according to His purpose. എല്ലാവരും ഒറ്റ വാക്യം കൂടെ ഒന്ന് എടുക്കണം. എല്ലാവരും വേദപുസ്തകം എടുക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ സർമ്മം നിർത്തുകയാണ്. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 15. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 15. Please turn to 1 Kings, 1 രാജാക്കന്മാർ 15 അധ്യായം. അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ ഈ ദാവീദിൻ്റെ ചരിത്രം വായിച്ച് ഏറ്റവും അധികം ചിന്തിച്ചിരുന്നൊരു വാക്യമാണ്. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 15 വേഴ്സസ് 4 and 5. 5 മാത്രം നമ്മൾ നോക്കിയാൽ മതി. എല്ലാവരും വേദഭാഗത്തിലേക്ക് നോക്കിയേ. വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അടുത്തത് ശ്രദ്ധിച്ചോണം. ഹിത്യനായ ഊരിയാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിനൊന്നും തൻ്റെ ആയുഷ്കാലത്തൊരിക്കലും വിട്ടുമാറിയിട്ടില്ല. ഞാൻ ആ വാക്യം ആദ്യം വായിച്ചപ്പോൾ ഓർത്തു, ആ ഊരിയാവിൻ്റെ കാര്യത്തിൽ ദാവീദ് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വാക്യം എങ്ങനെ എഴുതിയേനെ? എത്ര സീരിയസ് ആണെന്നുണ്ടോ പദം. ദാവീദ് സകലതും ദൈവത്തിന് പ്രസാദമാവും വണ്ണം ചെയ്തു, എക്സെപ്റ്റ് വൺ സിൻ. 1 Kings chapter 15 verse 5, we can see here, because David did what was right in the sight of the Lord and had not turned aside from anything that he commanded him all the days of his life, except in the case of Uriah the Hittite. If David didn't accept എന്നുള്ളത് അതവിടെ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വായിച്ചാനേ? He obeyed everything. Amen. If he didn't commit that sin, that verse would have been written in this way. That except will be removed, eliminated. He obeyed everything. He obeyed, and he obeyed him wholeheartedly. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. Every sin is displeasing God. One more time, I would like to remind you all sins are rebuking our Lord. It's displeasing. ദൈവത്തോടാണ്, not between me and my brother. That is second. Every single sin is displeasing, and whatever the sins are, we are committing against our God. 3, every sin can be forgiven. And the third thing is all sins can be forgiven. 4ാമത്തേത്, എല്ലാ പാപത്തിനും ഏറ്റുപറഞ്ഞു എന്നതുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ തീർന്നു, മോചിച്ചു. There is a natural justice, consequences. വിതയ്ക്കുന്നത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഏറ്റവും ഗോഡ്ലിയായിട്ട്, ഹോളിയായിട്ട് ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് ജീവിക്കണം. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം, അതിൻ്റെ കോൺസിക്വൻസസ് നമുക്കുണ്ട്. സ്തോത്രം പറയാം. അത് നമ്മളെ കർത്താവിനെ പോലെ ആക്കുന്നതിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് വിശുദ്ധിയോടെ നമുക്കായിരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാട്ടുകാർ മുന്നോട്ട് വരണം. 1-2 സ്റ്റാൻസ് പെട്ടെന്ന് പാടണം. താങ്ക് യു.